ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്യസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് ആൻഡ് ഹിസ്റ്ററി, അതിൻ്റെ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ സാമ്യതകളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രീക്ക് ചരിത്രരചനയുടെ സവിശേഷതകളെ പറ്റി പറയുന്നത്, അതായത് നമ്മൾ ചരിത്രരചന, ഹിസ്റ്റോറിയോഗ്രഫിയാണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചരിത്രരചനകളുണ്ട്. ഒന്ന് ഗ്രീക്ക് ചരിത്രരചന, രണ്ടാമത്തത് മധ്യകാല ചരിത്രരചന. അപ്പോൾ ഈ ഗ്രീക്ക് ചരിത്രരചനയിലെ പ്രധാനപ്പെട്ട ഈ ഒരു ചരിത്രകാരന്മാരാണ് ഹെറഡോട്ടസ്, തൂസിഡൈഡിസ്, പൊളീബിയസ്. നമ്മുടെ ഈ ഒരു ഹിസ്റ്ററിൻ്റെ പിതാവ് എന്നൊക്കെ പറയേണ്ട ആളാണ് ഈ ഒരു ഹെറഡോട്ടസ് എന്ന് പറയുന്നത്. ഹെറഡോട്ടസിനെ പറ്റി നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം, നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ തന്നെയുണ്ട് ഹെറഡോട്ടസിനെ പറ്റി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഗ്രീക്ക് ചരിത്രരചന സവിശേഷതകൾ, നാച്ചർ, ക്യാരക്ടർ ഓഫ് ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചില മാനസിക കാരണങ്ങളാലാണ് നമ്മൾ കുറച്ച് ഡിലേ ആയത്. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, വ്യവസ്ഥാപന ചരിത്രരചന ആരംഭിക്കുന്നത് പ്രാചീന ഗ്രീസിലാണ്. അപ്പോൾ ഈ ഒരു ചരിത്രരചന ഉള്ളത് ആരംഭിക്കേണ്ട എവിടെയാണ്? ഈ ഒരു ഗ്രീസിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നവോത്ഥാനം ആരംഭിക്കുന്നത് നമ്മൾ യൂറോപ്പിലാന്ന് പറയില്ലേ, അതേമാതിരി ഇവിടെ ഒരു ചരിത്രരചന ആരംഭിക്കുന്നത് എവിടെയാണ്? ഗ്രീസിലാണ്. അപ്പോൾ ഈ ഒരു ചരിത്രരചനയിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് ഗ്രന്ഥം എന്ന് പറയുന്നത് ഹിസ്റ്ററീസാണ്. അതായത് പണ്ട് കാലത്ത് ഈ ആളുകളൊക്കെ ഒരു പരമ്പരാഗത രീതിയിൽ ഇങ്ങനെ രചിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെറഡോട്ടസ്, അതായത് ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് പറയേണ്ട ഹെറഡോട്ടസ്. അപ്പോൾ ഈ ഹെറഡോട്ടസ് രചിച്ച ദി ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആദ്യത്തെ വിമർശനാത്മക ഗ്രന്ഥമായിട്ട് കണക്കാക്കേണ്ടത്. ഈ ഹെറഡോട്ടസ് ഈ ഒരു ഗ്രീക്കിൽ ജീവിച്ച ഒരു ചരിത്രകാരനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹെറഡോട്ടസും ഈ ഹെറഡോട്ടസിൻ്റെ ഗ്രന്ഥമായ ദി ഹിസ്റ്ററീസിനും ഇവിടെ പറയുന്നത്. അപ്പോൾ ഹെറഡോട്ടസ് രചിച്ച ദി ഹിസ്റ്ററീസ് ആണ് ആദ്യ വിമർശനാത്മക ഗ്രന്ഥം. പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോൾ പല പേര് പഠിക്കുമ്പോൾ ഉദാഹരണത്തിന് എക്കണോമിക്സ് എന്നുള്ള പദം ഒയിക്കണോമിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു ഹിസ്റ്ററി എന്നുള്ള പദവും ഈ ഒരു ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അന്വേഷണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്നുള്ള അതിൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് കാലങ്ങളിൽ ചരിത്രം എങ്ങനെയാണ് ഉണ്ടായത്, അപ്പോൾ എന്താ ഉണ്ടായത് അത്രക്കേ ചോദിക്കുള്ളൂ ഒരു സംഭവം ഉണ്ടായാൽ. പക്ഷേ ഈ ഒരു ഗ്രീക്കിലെ ചരിത്രകാരന്മാർ എന്ത് ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി. ഇപ്പോൾ ഉദാഹരണം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണ്, അത് എങ്ങനെ ഉണ്ടായി, അതുപോലെ തന്നെ എന്താണ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് പകരം അത് എന്തുകൊണ്ട് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി അതിനെക്കുറിച്ചും കൂടി അന്വേഷിക്കുന്ന ഒരു രീതിക്ക് ആര് തുടക്കം കുറിച്ചു? ഈ ഒരു ഗ്രീസിലെ ചരിത്രകാരന്മാർ തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രീസിലെ ചരിത്രകാരന്മാർ ചരിത്രം രചിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ഈ ചരിത്രം വ്യാപിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നാടൻ പാട്ട്, അതുപോലെ തന്നെ ചരിത്രഗാഥ പറഞ്ഞാൽ ആൾക്കാരെ പറ്റി ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇങ്ങനെ പൊലിപ്പിച്ച് പറയുമല്ലോ, അതിനാണ് വീരഗാഥകൾ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു നാടൻ പാട്ട്, അതുപോലെ തന്നെ ഒരു ചരിത്രഗാഥ അല്ലെങ്കിൽ വീരഗാഥ, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്രീക്ക് ചരിത്രം ഇങ്ങനെ വികസിച്ചിങ്ങനെ വന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോഗോഗ്രാഫർമാരും അതുപോലെ തന്നെ ബാർഡുകളൊക്കെ ഇതിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചു. ലോഗോഗ്രാഫർമാർ പറഞ്ഞാൽ ഈ ഒരു പദ്യരൂപത്തിൽ എഴുതുന്ന ആൾക്കാരാണ് ലോഗോഗ്രാഫർമാർ. പിന്നെ ബാർഡുകൾ എന്ന് പറഞ്ഞാൽ ഗദ്യരൂപം എന്ന് പറഞ്ഞാൽ നേരെ ഇതുണ്ട്, പദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കവിത മോഡലിൽ ഇതുണ്ട്. അപ്പോൾ ഈ ഒരു ലോഗോഗ്രാഫർമാരും അതുപോലെ തന്നെ ഈ ബാർഡുകളും എന്തായിട്ടുണ്ട് ഈ ഒരു ചരിത്രം രചിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രീക്ക് ചരിത്രം, അതായത് ഇങ്ങനെ രചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വളർച്ച ഉണ്ടാവുകയാണല്ലോ, പല ആളുകളിലേക്ക് എത്തുകയാണല്ലോ. അപ്പം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്രയും പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഓരോരോ ചരിത്രകാരന്മാരും പറ്റി പഠിക്കാം. അതായത് ഈ ഗ്രീക്കിൽ ജീവിച്ച അല്ലെങ്കിൽ ഈ ഗ്രീക്കിൽ സംഭാവനകൾ ചെയ്ത, ഗ്രീക്ക് ചരിത്രത്തിൽ സംഭാവനകൾ ചെയ്ത ഓരോരോ വ്യക്തികളെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെറഡോട്ടസ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ ഒരു ഹെറഡോട്ടസിനെ പറ്റി നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗ്രീക്ക് ചരിത്രരചന എന്നുള്ളതിൽ ഇങ്ങനെ പറഞ്ഞു പോകണം. അപ്പോൾ ഹെറഡോട്ടസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രം എഴുതിയ വ്യക്തിയാണ്. അതായത് ഈ ഗ്രീക്കും പേർഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രം ആര് എഴുതിയിട്ടുണ്ട്? ഈ ഒരു ഹെറഡോട്ടസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചരിത്രം എഴുതാൻ വേണ്ടി മൂപ്പരാൾ എന്തായിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നാണ്ട് നമുക്ക് ആ സ്ഥലത്ത് എന്തുണ്ടായി എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ മൂപ്പര് ചെയ്തത് എന്താ വെച്ചാൽ മൂപ്പര് ആ ഒരു പേർഷ്യൻ ഗ്രീക്ക് യുദ്ധങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ മൂപ്പര് ചരിത്രം രചിച്ചത് 9 പുസ്തകങ്ങളിലായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ആ ഓരോ പുസ്തകത്തിനും എന്തായിട്ട് ഗ്രീക്കിൽ നമുക്കറിയാം, ഗ്രീക്കിൽ പല ദേവതകളുണ്ട്. പോസിഡോൺ, അതുപോലെ തന്നെ കാസിയോപ്പിയ, എത്യോപ്യ രാജ്യമാണ് കാസിയോപ്പിയ,
അങ്ങനെ കുറേ ദേവതകളുടെ പേരുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ബുക്കിനും ഇപ്പോൾ 9 ബുക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ബുക്കിനും എന്തായി ഓരോരോ ദേവതകളുടെ പേര് ആര് കൊടുത്തു? നമ്മളെ ഹെറഡോട്ടസ് കൊടുത്തു. അപ്പോൾ ഉദാഹരണത്തിന് ക്ലിയോ എന്നുള്ളത് എന്തായിരുന്നു? അക്കാലത്ത് ഉണ്ടായിരുന്ന ഈ ഒരു വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന ഒരു ദേവതൻ്റെ പേരായിരുന്നു ക്ലിയോ. അപ്പോൾ ഈ ക്ലിയോ എന്നുള്ള ആ ഒരു ദേവതൻ്റെ പേരാണ് ഫസ്റ്റ് പുസ്തകത്തിന് ആര് കൊടുത്തത്? ഹെറഡോട്ടസ് കൊടുത്തത്. അടുത്ത സ്ലൈഡ് ആവർത്തിച്ചു വന്നതാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു ചരിത്രകാരനാണ് തൂസിഡൈഡിസ്. അപ്പോൾ നമ്മൾ ഹെറഡോട്ടസ് പറഞ്ഞു, ഇനി അടുത്തത് തൂസിഡൈഡിസ്. ഹെറഡോട്ടസ് പേർഷ്യൻ ഗ്രീക്ക് യുദ്ധങ്ങളെ പറ്റിയാണ് എഴുതിയത്. പക്ഷേ തൂസിഡൈഡിസ് എന്തിനെ പറ്റി എഴുതിയത്? തൂസിഡൈഡിസ് പൊലാപ്പനേഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രത്തെ പറ്റി എഴുതിയത്. പൊലാപ്പനേഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രത്തെ പറ്റി എഴുതി. അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അപഗ്രഥനം പറഞ്ഞാൽ വിശകലനം ചെയ്യുക. ഇത് എന്തുകൊണ്ടുണ്ടായി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് എങ്ങനെ എന്നതിനപ്പുറം എന്തുകൊണ്ട് എന്നുള്ളതിന് പ്രാധാന്യം നൽകി. അപ്പോൾ ഈ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് എന്തുകൊണ്ട് എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ആര്? തൂസിഡൈഡിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എന്തുകൊണ്ട് അങ്ങനെ കാരണങ്ങളൊക്കെ അപഗ്രഥിച്ചൊരു ശാസ്ത്രീയമായൊരു ചരിത്രരചനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? തൂസിഡൈഡിസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തൂസിഡൈഡിസിനെ നമ്മൾ എന്തെന്ന് പറയും? ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്നും കൂടി നമ്മൾ ഈ തൂസിഡൈഡിസിനെ പറയും. അതുപോലെ തന്നെ ഈ ഒരു ചരിത്രത്തൊക്കെ ഒരു യുക്തിസഹമായി വിശകലനം ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ആര്? ഈ ഒരു തൂസിഡൈഡിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ധർമ്മങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ വേണ്ടി മൂപ്പര് ഈ ചരിത്രത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇയാളെ എന്ത് പറയുന്നുണ്ട്? ധർമ്മോപദേശക ചരിത്രകാരൻ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവാണ്, അതുപോലെ തന്നെ ധർമ്മോപദേശക ചരിത്രകാരനാണ് ആര്? ഇത് തൂസിഡൈഡിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഈ ഗ്രീക്ക് ചരിത്രത്തിൻ്റെ സവിശേഷതകളിലേക്ക് തന്നെ കടന്നു വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഹെറഡോട്ടസിനെ കഴിഞ്ഞു, തൂസിഡൈഡിസിനെ കഴിഞ്ഞു. ഇനി ഒരു ചരിത്രകാരൻ കൂടി വരും. അതിന് മുന്നേ ഒരു 2-3 പോയിന്റ് കൂടി പറയാം. അപ്പോൾ ഈ ഒരു ഹെല്ലനിസ്റ്റിക് കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു അലക്സാണ്ടറൊക്കെ കുറേ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അലക്സാണ്ടറുടെ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു റോമക്കാരുടെ ഈജിപ്ഷ്യൻ ആക്രമണം, അപ്പോൾ അതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതായത് അലക്സാണ്ടർ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെയും അതുപോലെ തന്നെ ഈ റോമക്കാരുടെ ഈജിപ്ഷ്യൻ ആക്രമണത്തിൻ്റെയും അതിൻ്റെ ഇടയിലുള്ള കാലഘട്ടത്തിന് നമ്മൾ എന്തെന്ന് പറയാം? ഹെല്ലനിസ്റ്റിക് കാലം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിൽ എന്തായി? ഈ ഗ്രീക്കുകാർ ഇങ്ങനെ യുദ്ധം ഉണ്ടായപ്പോൾ പല ഭൂപ്രദേശങ്ങളുമായും അതുപോലെ തന്നെ പല സമൂഹങ്ങളുമായിട്ട് എന്തായി? ഇടപഴകാൻ സാധ്യതയുണ്ടായി. അപ്പോൾ അങ്ങനെ അതെന്തായി? അവരുടെ ഈ ചരിത്രബോധം, അതുപോലെ തന്നെ എങ്ങനെയാണ് ചരിത്രം രചിക്കേണ്ടി, ഇതിനെ പറ്റിയുള്ള കൂടുതൽ ബോധ്യം ഓൽക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഈ ഒരു ഗ്രീക്കിലെ വ്യക്തികളുടെ അല്ലെങ്കിൽ ഗ്രീക്ക് ചരിത്രകാരന്മാരുടെ ചരിത്രബോധം എന്തായിട്ടുണ്ട്? വികസിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെറഡോട്ടസ് കഴിഞ്ഞു, അതുപോലെ തന്നെ തൂസിഡൈഡിസ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയേണ്ടത് പൊളീബിയസിനെ പറ്റിയാണ്. അതായത് ഈ ഹെല്ലനിസ്റ്റിക് കാലം ഉണ്ടല്ലോ, ഈ ഒരു ഹെല്ലനിസ്റ്റിക് കാലം മനസ്സിലാക്കി വെക്കുക. അതായത് അലക്സാണ്ടർ ആക്രമണം നടത്തുന്ന ആ ഒരു കാലം, അതുപോലെ തന്നെ ഈ ഒരു ഈജിപ്ഷ്യൻ ആക്രമണങ്ങൾ, റോമക്കാരുടെ ഈജിപ്ഷ്യൻ ആക്രമണങ്ങൾ. അപ്പോൾ ഈ 2 കാലഘട്ടത്തിൻ്റെ അടിയിലുള്ള കാലഘട്ടത്തിന് നമ്മൾ എന്തെന്ന് പറയാം? ഹെല്ലനിസ്റ്റിക് കാലം എന്ന് പറയാം. അപ്പോൾ ഈ ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിൽ പ്രശസ്തനായ ചരിത്രകാരനാണ് ആര്? പൊളീബിയസ്. മറക്കരുത്, പൊളീബിയസ്. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് പൊളീബിയസ്. അപ്പോൾ പൊളീബിയസിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു ഗ്രന്ഥമാണെന്ത്? ഹിസ്റ്ററീസ് എന്നുള്ളത്. ദി ഹിസ്റ്ററീസ് ആരതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹെറഡോട്ടസിൻ്റെ ആണ്. ഹിസ്റ്ററീസ് മാത്രമാണെങ്കിൽ ആരതാണ്? അത് പൊളീബിയസിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ റോമൻ രാജ്യത്തിൻ്റെ വികസനത്തെ പറ്റിയാണ് ഇതിൽ ആര് പറയുന്നത്? ഈ ഒരു പൊളീബിയസ് റോമൻ രാജ്യത്തിൻ്റെ വികസനത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്യൂണിക് യുദ്ധങ്ങൾ, മധ്യധരനായ പ്രദേശത്തിൻ്റെ കീഴടക്കൽ, ഇതൊക്കെ എന്താവുന്നുണ്ട്? നമ്മൾ ഈ ഒരു പൊളീബിയസ് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി മൂപ്പര് ധാരാളം സഞ്ചരിച്ചു. അതായത് ഇപ്പോൾ മൂപ്പർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിവുകൾ കിട്ടണമല്ലോ. നമ്മൾ നേരത്തെ ഹെറഡോട്ടസിൻ്റെ വിഷയം പറഞ്ഞ മാതിരി തന്നെ ധാരാളം സഞ്ചരിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ വ്യക്തികളുമായി അഭിമുഖങ്ങളൊക്കെ നടത്തി. ഇങ്ങനെയാണ് മൂപ്പർക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ പറ്റിയൊക്കെ കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് മൂപ്പര് ഈ ഒരു ഹിസ്റ്ററീസ് എന്നുള്ള ഗ്രന്ഥം രചിക്കുന്നതും. പിന്നെ മൂപ്പരുടെ കുറച്ച് കോഡ്സുകളുണ്ട്. അതായത് മൂപ്പര് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ചരിത്രകാരൻ രാഷ്ട്രീയ ഭരണ കാര്യങ്ങളിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലെങ്കിൽ അയാളുടെ ചരിത്രരചന അപൂർണമായിരിക്കും. അതായത് അപ്പോൾ മൂപ്പരുടെ അഭിപ്രായത്തിൽ ഒരു ചരിത്രകാരൻ എന്ത് വേണം? ഒരു ചരിത്രകാരന് രാഷ്ട്രീയമായ അറിവ് വേണം, ഭരണപരമായ അറിവ് വേണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അറിവുണ്ടെങ്കിൽ അയാൾക്ക് അടിപൊളിയായിട്ട് അപ്പോൾ ഒരു ചരിത്രകാരന് എന്തിനെ പറ്റി അറിവ് വേണം? രാഷ്ട്രീയപരമായ അറിവ് വേണം, ഭരണപരമായ അറിവ് വേണം. പിന്നെ മൂപ്പര് പറഞ്ഞൊരു കോട്ടാണ് സത്യം ചരിത്രത്തിൻ്റെ കണ്ണുകൾ എന്നുള്ളത്. അതായത് സത്യത്തിന് മൂപ്പര് വളരെയധികം പ്രാധാന്യം കൊടുത്തു. അതായത് സത്യസന്ധമായ ചരിത്രം രചിക്കുമ്പോഴാണ് ഒരു ചരിത്രത്തെ ചരിത്രം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ
ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ചരിത്രം എന്ന് പറയും, പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചരിത്രവും. അതായത് സത്യമല്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു കൊടുത്താൽ അത് പരമ്പരാഗതമായിട്ട് അതിങ്ങനെ കൈമാറി പോവുകയും അതുപോലെ തന്നെ അവരുടെ തലച്ചോറിൽ അത് കയറി പറ്റുകയും അവർ ഒരു സമൂഹത്തെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പറ്റി അല്ലെങ്കിൽ ഒരു കാലത്തെ പറ്റി അവർ തെറ്റിദ്ധരിച്ച ഒരു ചരിത്രമായിരിക്കും അവർ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് സത്യത്തിന് മൂപ്പര് വളരെയധികം പ്രാധാന്യം കൊടുത്തു. പിന്നെ ഇങ്ങനെയൊക്കെ വളരെയധികം പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ മൂപ്പരെ ചരിത്രകാരന്മാരുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മൂപ്പര് എന്തൊക്കെയാണ് ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ്, അതുപോലെ തന്നെ പിന്നെ ഒന്നുകൂടി പറഞ്ഞല്ലേ നമ്മൾ ഏത് ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് അത് തൂസിഡൈഡീസാണ്. അപ്പോൾ മൂപ്പരെ ഈ ഒരു പൊളീബിയസിനെ നമ്മൾ പറയുന്നത് ചരിത്രകാരന്മാരുടെ ചരിത്രകാരൻ എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഗ്രീക്ക് ചരിത്രരചനയെ പറ്റി കുറച്ച് വിമർശനങ്ങൾ. അതിപ്പോൾ നമ്മളിങ്ങനെ ഓലെങ്ങനെ പൊക്കിയടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഓലെ പറ്റി വിമർശനങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഓലെ വിമർശനങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓൽക്ക് ഈ ഒരു വീക്ഷണകോണുകൾ കൂടുതൽ സ്ഥലത്തേക്ക്, അതായത് കൂടുതൽ കാലത്തേക്ക് വ്യാപിച്ചിട്ടില്ല. അതായത് അവരുടെ സമീപകാലം അല്ലെങ്കിൽ സമീപ ഭൂതകാലം, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഓല ഈ ഒരു വീക്ഷണകോൺ എത്തിയിട്ടുള്ളൂ. കുറേ മുന്നത്തെ കാലത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഓലെന്തായിട്ടില്ല, അന്വേഷിച്ച് പോയിട്ടില്ല. അവരുടെ തൊട്ടടുത്ത കാലം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓലെ സമകാലിക കാലം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ പറ്റി മാത്രമാണ് എന്തായത് ഓലെ ചരിത്രങ്ങൾ രചിച്ചതെന്നുള്ളത് ഓലൊരു വിമർശനമാണ്. അതുപോലെ തന്നെ പിന്നെ ഓലെന്താക്കി ഈ ഗ്രീക്ക് നാഗരികത, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രീക്ക് നാഗരികത ഒക്കെ. അപ്പോൾ ഈ ഗ്രീക്ക് നാഗരികത ഗ്രീക്ക് നാഗരികത എന്താക്കിയല്ലേ ഒന്ന് പൊലിപ്പിച്ച് പറഞ്ഞു. അതായത് ഒന്നാം സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തിക്കാണ്ട് ഗ്രീക്കിനെ ഇങ്ങനെ പൊലിപ്പിച്ച് പറയാം. അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വിമർശനം. പിന്നെ മൂന്നാമത്തത് വിമർശനം എന്താ വെച്ചാൽ ഒരു ഹ്യൂമനിസത്തിന്, അതായത് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസത്തിൻ്റെ മലയാളം എന്താ, മാനവികതയ്ക്ക് എന്തായി കൂടുതൽ പ്രാധാന്യം നൽകി എന്നുള്ളതാണത് ഈ ഒരു ഗ്രീക്ക് ചരിത്രകാരന്മാരുടെ മറ്റൊരു വിമർശനം. അതായത് മനുഷ്യൻ എന്ത് ചെയ്തു അതൊക്കെ ചരിത്രമാണ്, മനുഷ്യൻ ഇപ്പോൾ തിന്നു കുടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് പോലും അമിതമായി പ്രാധാന്യം കൊടുത്തുള്ളതാണത് ഈ ഒരു ഗ്രീക്ക് ചരിത്രരചനയുടെ മറ്റൊരു വിമർശനം. പിന്നെ വേറെ വിമർശനം എന്താ വെച്ചാൽ ചരിത്രത്തിൻ്റെ ചാക്രിക വീക്ഷണം. അതായത് സൈക്ലിക്കൽ തിയറി, ഇത് ഒരു രൂപീകരിച്ചൊരു തിയറിയാണ് സൈക്ലിക്കൽ തിയറി. അതായത് ഒരു നാഗരികത ഇപ്പോൾ ഏറ്റവും നല്ല സമ്പന്നമായ മേഖലയിലെത്തിയാൽ അത് കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ തകരും, എന്നിട്ട് പിന്നെ ഉയരും, പിന്നെയും തകരും, അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ആര് വിശ്വസിക്കുന്നത്, ഈ ഗ്രീക്ക് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഒരു വിമർശനമായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ഒരു പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം ഒരു കാലത്തും മാറൂല, അതിങ്ങനെ മാറാതെ നിലനിൽക്കുന്നതാണ് ഒരു പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളിപ്പോൾ എന്തായി കള്ളുടിക്കുന്ന ആളാണ്, പിന്നെ ആൾക്ക് അതിന് മാറാൻ പറ്റില്ല, അയാൾ സ്ഥിരമായി കള്ളു കുടിച്ച് ഇരിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഈ ചരിത്ര രചനയുമായി ഒരു ബന്ധമില്ലാത്ത ഉദാഹരണമാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഈ കള്ളു കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഉണ്ടാവില്ലല്ലോ, പക്ഷേ ആൾക്ക് മാറിക്കൂടെ. അപ്പോൾ ഒരു പറയണത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവം മാറ്റമില്ലാതെ അന്ത്യകാലം വരെ നിലനിൽക്കുന്നതാണ് ഓല് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 5 പോയിൻ്റാണ് ഈ ഒരു ഗ്രീക്ക് ചരിത്രരചനയുടെ വിമർശനങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ഈ ഒരു ഗ്രീക്ക് ചരിത്രത്തെ അതിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെ ഈ ഒരു ഗ്രീക്ക് ചരിത്രരചനയുടെ പ്രത്യേകതകൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരായ ഹെറഡോട്ടസ്, തൂസിഡൈഡീസ്, പൊളീബിയസ് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്രരചനയുടെ വിമർശനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു എസ്സേ ടൈപ്പ് മൊത്തത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു 10 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.